വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത്. ഇന്ത്യ-US വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങി എന്നതാണ് ആരോപണം. എന്നാൽ യഥാർത്ഥത്തിൽ ട്രംപാണ് മോദിക്ക് മുന്നിൽ കീഴടങ്ങിയത് എന്ന വാസ്തവം ഇന്ത്യയിലെ ഓരോ ഭാരതീയർക്കും നന്നായി തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇന്നും രാഹുൽ ഗാന്ധി ആകട്ടെ ഒരു ഉച്ചമയക്കത്തിൽ എന്നോണം ഈ വാസ്തവത്തെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. എന്നും ട്രംപിന്റെ പിടിവാശികൾക്ക് മുൻപിൽ കീഴടങ്ങാത്ത ഒരേ ഒരു ചങ്കുറപ്പുള്ള നേതാവ് അത് മോദി മാത്രമാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചിരുന്നു. എന്നാൽ പല നേതാക്കളും ട്രംപിന്റെ അധികാരത്തിൽ അതിൽ ആ ഒരു പിടിവാശിക്കുള്ളിൽ തന്നെ വീണതായി തന്നെ ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ മോദിയെ പോലെ ഒരാളുടെ മുന്നിൽ ട്രംപ് അടിപതറി വീഴുകയാണ് ഉണ്ടായത്. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇന്ത്യ-US ഇടക്കാല വ്യാപാര കരാർ രാജ്യത്തിനൊരു വലിയ പരീക്ഷണമായി തന്നെ മാറിയിരിക്കുകയാണ് എന്നും അദ്ദേഹം, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയെന്നും രാഹുൽ പറയുന്നു. അമേരിക്കൻ സുപ്രീം കോടതി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗോള ടാരിഫുകൾ റദ്ദാക്കിയതോടുകൂടി തന്നെ മോദിയുടെ വഞ്ചന പുറത്തായി എന്നാണ് രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ ഒരു ആരോപണമായി തന്നെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ടുവെന്നും ഇതിൽ വീണ്ടും വിലപേശൽ നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നും രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. പ്രധാനമന്ത്രിയാകട്ടെ തന്റെ ദുർബലമായ പ്രതിച്ഛായയെ സംരക്ഷിക്കാനുള്ള തിടുക്കത്തിലാണ് എന്നും ഈ കരാറിൽ ഒപ്പിടത് അത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 2 രാത്രി ഇത്തരം ഒരു പ്രഖ്യാപനം നടത്താൻ മോദിയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു. ലോക്സഭയിൽ അന്നുണ്ടായ ചില സംഭവങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മോദി അമേരിക്കയെ സമീപിച്ചതെന്നും 18 ദിവസം കൂടി കാത്തിരുന്നു എങ്കിൽ ഇന്ത്യൻ കർഷകരെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഏർപ്പെടുത്തിയ വ്യാപാര നികുതികൾക്ക് നിയമവിരുദ്ധമാണ് എന്ന് US സുപ്രീം കോടതി വിധിച്ചിരുന്നു. പ്രസിഡന്റ് തന്റെ അധികാരം ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് ചീഫ് ജസ്റ്റിസ് ജോൺ ബ്രിട്ടാസ് നിരീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കോടതി വിധിക്ക് പിന്നാലെയും ഇന്ത്യയുമായുള്ള കരാറിൽ മാറ്റമില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കരാർ മൂലം വരും വർഷങ്ങളിൽ ഏകദേശം $500 ബില്യൺ, അതായത് ഏകദേശം 45 ലക്ഷം കോടി രൂപ അതിൽ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അവിടെ നികുതിയില്ലാതെ തന്നെ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ ബാധ്യസ്ഥരാണ് എന്നതാണ് ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്ത്യൻ നിർമ്മാതാക്കളെയും കർഷകരെയും ഇത് ദോഷകരമായി തന്നെ ബാധിക്കും. കൃഷിക്കുള്ള ആ സബ്സിഡികൾ അത് നിർത്തലാക്കുവാനും ജനിതക മാറ്റം വരുത്തിയ വിളകൾ ഇറക്കുമതി ചെയ്യുവാനും ഇന്ത്യ നിർബന്ധിതമാകുമോ എന്നത് ആശങ്കയായി തന്നെ പ്രകടിപ്പിക്കുന്നു. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ അവകാശം ഈ കരാറിലൂടെ തന്നെ നഷ്ടപ്പെട്ടതായും തന്നെ അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.